المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت هيرتنا بذكنا. ബഹുമാനമുള്ള മുഅ്മിനുകളെ, അപ്പോൾ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം അള്ളാഹുവിൻ്റെ ദീൻ, ആ ദീനിൻ്റെ ഡെഫിനിഷൻ നസീഹത്ത് എന്നാണ്. നസീഹത്ത് എന്നാൽ മറ്റുള്ളവർക്ക് ഗുണം ഉദ്ദേശിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഓരോ മനുഷ്യന്മാരും അവരുടേതല്ലാത്ത, സ്വന്തം കാര്യമല്ലാത്ത മറ്റുള്ള കാര്യങ്ങൾക്ക് ഖൈർ ഉദ്ദേശിക്കുക. അതിൽ അള്ളാഹുവിനോടുള്ളതായ നസീഹത്ത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ ആകുന്നതും പ്രചരിപ്പിക്കുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഗുണകരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് പ്രചരിപ്പിക്കുക. അതിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യ പ്രബോധനം പറഞ്ഞു. 3 വർഷമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മതത്തിൻ്റെ കാര്യം സ്വകാര്യമായിട്ട് മക്കയിൽ പരസ്യപ്പെടുത്താതെ പ്രബോധനം ചെയ്ത്. അന്നാണ് മഹദിയായ ഖദീജ ബീവിയൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത്. പിന്നെ പരസ്യ പ്രബോധനത്തിനുള്ള ആഹ്വാനം പടച്ചോന്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ പരസ്യ പ്രബോധനത്തിൽ സൂറത്തുൽ മുസമ്മിലിൽ 7 ആയത്തുകൾ ഇറങ്ങി. ആ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുത്തുനബി സഫാ മലയുടെ മുകളിൽ കയറിയിട്ട് കുടുംബക്കാരെ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് നല്ല ഒരു ഉപദേശം നടത്തി. അതിലാണ് അബൂലഹബിനെ പോലെയുള്ള ആളുകൾ വിമർശനം രേഖപ്പെടുത്തിയത്. ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ ഉയർത്തി കാണിച്ച് പരസ്യ പ്രബോധനം പിന്നെ അങ്ങ് തുടരുകയാണ് ചെയ്തത്. വിമർശനങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം നടത്തി. ഇനി നമുക്കതിൽ പറയാനുള്ളത്, അൻ അനസ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ, മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് ഇഷ്ടമുള്ളത് തൻ്റെ സഹോദരനിക്കും ഇഷ്ടപ്പെടുക എന്ന ഒരു വ്യാപകമായ അർത്ഥമുള്ളൊരു ഹദീസാണത്. ഒരു ഉദാഹരണം പറയാം. എനിക്ക് ഇഷ്ടമുള്ളത് എൻ്റെ അഖിന്, മുഅ്മിനായ സഹോദരനിക്ക് ഇഷ്ടപ്പെടണം, എങ്കിലേ നീ മുഅ്മിനാവുകയുള്ളൂ. അപ്പോൾ മുഅ്മിനാവണമെങ്കിൽ വലിയ പണിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു ചെയർ കല്യാണത്തിലാണ്. നമ്മൾ ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ചെയറുമ്മ കുറച്ച് അച്ചാറും കുറച്ച് ചളിയൊക്കെ ഉണ്ട്. സ്വാഭാവികമായും നമ്മളവിടെ ഇരിക്കാതെ എന്ത് ചെയ്യും, ആ ചെയർ അങ്ങോട്ട് മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് വേറെ ചെയറുമ്മ നമ്മൾ പോയിരിക്കും. ഇപ്പം ആ മാറ്റി വെച്ച് ആരാ വന്നിരിക്കുക? എൻ്റെ സഹോദരനാണ് വന്നിരിക്കുക. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഉമ്മ പറ്റ തൻ്റെ ജ്യേഷ്ഠനോ അഞ്ചനോ അല്ല. നമ്മൾ നേരത്തെ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഹുജറാത്തിലെ 10ാമത്തെ ആയത്ത് ഓതിയല്ലോ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഇഖ്വ, സഹോദരന്മാരാണ്. അപ്പോൾ പാരപ്പണി ഉണ്ടാവൂല, ദേഷ്യപ്പെടലുണ്ടാവൂല. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ മറ്റോനും ഇഷ്ടപ്പെടണം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് മറ്റോനും ഇഷ്ടപ്പെടണം. അപ്പോൾ ആ അച്ചാറോ തൈരോ ചളിയോ ആയ ആ ചെയർ, സ്റ്റൂള് നമുക്കിരിക്കണം. അത് നമ്മൾ തന്നെ തുടച്ച് റെഡിയാക്കുക. അപ്പോൾ സ്റ്റൂളും നന്നായി, എനിക്കിരിക്കാനുള്ള ചെയർ ഞാൻ നന്നാക്കിയെടുത്തു. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിമ വേറെ ആൾ വന്നിരിക്കും. ആ ഇരിക്കുന്ന ആളുടെ തുണിയിൽ എന്തെങ്കിലുമൊക്കെ കറകളോ ചളിയോ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാറ്റി വെക്കുക എന്നുള്ളതല്ല ബുദ്ധി, അത് നന്നാക്കിയെടുത്ത് അതിന്മേൽ കുത്തിയിരിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന് അങ്ങനെ ഒരു ഉദാഹരണം ഞാൻ എൻ്റെ വകയായി പറഞ്ഞതാണ്.
എനിക്കിഷ്ടമുള്ള ഒരു സാധനത്തെ മറ്റുള്ളവനും ഇഷ്ടപ്പെടുക. ഇങ്ങനെ വ്യാപകമായി ചിന്തിച്ചാൽ എല്ലാവർക്കും ഗുണങ്ങൾ വരട്ടെ, എല്ലാവർക്കും സന്തോഷം വരട്ടെ എന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയാലേ മുഅ്മിനാവുകയുള്ളൂ. അല്ലാതെ ഈമാൻ നമുക്ക് ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള നല്ല നല്ല ചിന്താഗതികൾ നമ്മുടെ മനസ്സിലിട്ട് തന്ന് ഒരു മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹുവേ, പ്രഭാത സമയത്തുള്ള അല്പാൽപ സംസാരങ്ങൾ നിന്റെ പക്കൽ ഇഷ്ടപ്പെട്ട ഒരു അമലാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, കോരിച്ചൊരിഞ്ഞിരുന്ന മഴയാണ്, അതുകൊണ്ടുള്ള ഖൈറിനെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇതുകൊണ്ടുള്ള ഷർറിനെ അതിൽ നിന്നും ഞങ്ങൾക്ക് നീ കാബിൽ നൽകണേ റഹ്മാനെ. ഇന്നലെ 3 മണിക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോയ ഒരു ചെറിയാപ്പ അബ്ദുൾ റഷീദ് എന്ന പേരുള്ള ആള് വല്ലപ്പുഴയിൽ പന്നിയെ പിടിക്കാൻ കരണ്ട് പിടിപ്പിച്ചതാണ്. ഒരു ചേട്ടൻ പുലർച്ചെ 3 മണിക്ക് ആ കമ്പിയിൽ ചെന്ന് ഇയാൾ മീൻ പിടിക്കാൻ പോയപ്പോൾ പിടിച്ചോടുകൂടെ അയാൾ ഷോക്കേറ്റ് മരണപ്പെട്ടു. പള്ളിയുമായി ബന്ധപ്പെട്ട വല്ലപ്പുഴ പള്ളിയിൽ വലിയ മഹാസിനുകൾ ആ കമ്മിറ്റിക്കാരും ഉസ്താദുമാരും പറയാൻ ഇന്നലെ ജനാസസ്കാരത്തിന്. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു, എല്ലാ കാര്യത്തിനും മുമ്പിലായിരുന്നു. പെട്ടെന്നുള്ള മരണമാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം റാഹത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാവിധ അദാബിൽ നിന്നും അവർക്കും അല്ലാഹു, നമുക്കും നമ്മുടെ ഖബറാളികൾക്കും അല്ലാഹു മോചനം നൽകട്ടെ. പടച്ചോനെ, അത്തരത്തിലുള്ള അപകട മരണങ്ങൾ ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല റഹ്മാനെ. ഞങ്ങളിലുള്ള രോഗികളുണ്ട്, എല്ലാ രോഗികൾക്കും നീ ആജിലായ ശിഫാ നൽകണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞങ്ങളുടെ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹായിച്ചവരെ, സഹായിക്കുന്നവരെ, ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നീ റഹ്മാനായ റബ്ബേ നിന്റെ ഖജനാവിൽ നിന്ന് വളരെ വേഗത്തിൽ ഇറക്കിത്തന്ന് പൂർത്തിയാക്കി തരണേ റബ്ബേ. ഈ മഴ പെയ്യുന്ന നേരത്തുള്ള റഹ്മത്തിൻ്റെ മാലാഖമാർ, ഒരുപാട് മലക്കുകൾ ഓരോ മഴത്തുള്ളിൻ്റെ കൂടെ ഇറങ്ങി വരുന്നുണ്ട്. ഞങ്ങളെ ദുആകൾക്കൊക്കെ നീ പെട്ടെന്നുള്ള ഇജാബത്ത് നൽകണേ അല്ലാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തഖബ്ബലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.